ഹായ് ഫ്രണ്ട്സ്, ക്യു പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നിലവിൽ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാവുന്ന സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്ന തസ്തികയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 386/2025 വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷൻ എന്നതിലാണ് ഇത് കിടക്കുന്നത്, ഈ നോട്ടിഫിക്കേഷൻ കിടക്കുന്നത്. അപ്പോൾ നിലവിൽ യോഗ്യതയെല്ലാം കൃത്യമായിട്ട് ആഡ് ചെയ്തവർക്ക് അപ്ലൈ നോ എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പം അപ്ലൈ നോ അല്ലെങ്കിൽ ചെക്ക് എലിജിബിലിറ്റി എന്ന് കാണിക്കുന്ന ഉദ്യോഗാർത്ഥികളും അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ നോ എന്ന് തന്നെ തെളിഞ്ഞു വരുന്നതാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ ഡോക്യുമെൻറ്റ്സായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 386/2025 എന്നതിൻ്റെ താഴെ ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന PDF കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ് വരുന്നത് 15/10/2025. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ കാണിച്ചിരിക്കുന്നത് 19/11/2025. ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. നെയിം ഓഫ് പോസ്റ്റ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. ഇതിൻ്റെ വേക്കൻസി കാണിച്ചിരിക്കുന്ന 14 ജില്ലകളിലുമുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, അതായത് നിലവിൽ വേക്കൻസി കണക്കാക്കിയിട്ടില്ല. നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് മുതൽ പ്രാബല്യത്തിലുള്ള സമയം മുതലുള്ള വേക്കൻസികൾക്കകത്ത് ഈ റാങ്ക് ലിസ്റ്റ് നിയമനം നടത്തുന്നതാണ്. അതുപോലെ വുമൺ കാൻഡിഡേറ്റ്സിനും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അടുത്തത് നമുക്കിനി ഏജ് ലിമിറ്റ് എന്ന് നോക്കാം. 21 മുതൽ 39 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2/1/1986 മുതൽ 1/1/2004 വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ആണ്. അതുപോലെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം 3 വർഷം കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അയക്കാൻ സാധിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ വന്ന തീയതി കണക്കാക്കി പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ ഹെവി ലൈസൻസ് എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അയക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് വരുന്നത് 165 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ചെസ്റ്റ് 83 സെൻറ്റിമീറ്ററും മിനിമം എക്സ്പാൻഷൻ 4 സെൻറ്റിമീറ്ററുമാണ് പറയുന്നത്. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് മുതലായ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായി പ്രത്യേകം തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. 19/11/2025 വെനസ്ഡേ അപ് ടു 12 midnight ആണ് പറയുന്നത്. അതായത് രാത്രി 12 മണി വരെയാണ് പറയുന്നത്. 19/11/2025 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.